ഇദ്ദേഹം ഇങ്ങനൊരു സബ്ജക്റ്റിനെ വെച്ച് എടുക്കണം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടില്ല. ഇദ്ദേഹം 7 വർഷമായിട്ട് ഈ തിരക്കഥയായിട്ട് ഇത് സിനിമയാക്കാൻ വേണ്ടി നടക്കുക. അവസാനം ഇത് തെലുങ്കിലെടുക്കാൻ വേണ്ടി തെലുങ്കിൽ 6 പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത ശേഷം ഇത് ഈ ലൂർദിൽ നടന്ന ഈ സംഭവം എന്ന് പറയുന്നത് 1857 നടക്കുമ്പോൾ ഉള്ള ലൂർദല്ല ഇപ്പോഴത്തെ ലൂർദ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പിൽഗ്രിം സെൻറ്റർ, തീർത്ഥാടകർ വരുന്ന സ്ഥലം ലൂർദാണ്. സൗത്ത് ഫ്രാൻസ്, സദേൺ ഫ്രാൻസിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 25,000-50,000 പേര് വരുന്ന ഒരു സ്ഥലമാണ്. ഓരോ മണിക്കൂർ ഇടവിട്ടും കൂട്ടപ്രാർത്ഥന ഉള്ള സ്ഥലമാണ്. 365 ദിവസങ്ങളിലും ഓരോ മണിക്കൂർ ഇടവിട്ട് മാസ് എന്നാണ് പറയുക, കൂട്ടപ്രാർത്ഥന നടക്കുന്ന ഈ ലൂർദ് ഇന്നത്തെ ലൂർദല്ല, 150 വർഷങ്ങൾക്ക് മുമ്പുള്ള ലൂർദ്. ഇതൊരു ഹൈ റേഞ്ച് പ്ലേസ് ആണ്. ഇന്ന് അവിടെ കൂടുതൽ കെട്ടിടങ്ങളും ഇതെല്ലാം വന്നു. കാരണം ഇത്രയും തീർത്ഥാടകർ വരുന്ന സ്ഥലമായതുകൊണ്ട് അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ലൂർദിൽ പോകുന്നുണ്ട്. കാരണം ഈ കന്യാമറിയം ഈ കുട്ടിക്ക് ദർശനം കൊടുത്ത ആ ഗ്രോട്ടോ, പഴയ ഓൾഡ് റോക്കിൽ, അവിടെയാണ് ഈ ഇത് വന്നിരിക്കുന്നത്, ചാപ്പൽ. അപ്പോൾ കുട്ടി ആവശ്യപ്പെടുക മദറിനോട്, എനിക്ക് ഇവർ എന്നോട് ആവശ്യപ്പെടുന്നു എനിക്ക് വേണ്ടി ഒരു അപ്പം മദർ പറഞ്ഞതനുസരിച്ച് കുട്ടി അവിടെ ഒരു നിലത്ത് പുൽത്തകിടിയിൽ ഒരു കുഴി കുഴിക്കുകയും പിന്നീട് ആ കുഴിയിൽ നിന്ന് വരുന്ന ഉറവ എന്നുള്ള വരുന്ന വെള്ളം അത് പല അസുഖങ്ങൾക്കും, അന്നത്തെ വൈദ്യശാസ്ത്രത്തിന് ശമിപ്പിക്കാൻ പറ്റാത്ത പല അസുഖങ്ങൾക്കും, കാഴ്ചയില്ലാത്ത ചിലർക്ക് കാഴ്ച കിട്ടുന്നു, ഈ വെള്ളം തെളിച്ചപ്പോൾ ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ള പലർക്കും അത് മാറിക്കിട്ടുന്നു, അങ്ങനെ ക്യാൻസർ ഉള്ളവർക്ക് അസുഖം. അങ്ങനെ ഇത് ഹോളി വാട്ടർ, ഈ പരിശുദ്ധമായ വെള്ളം ഒരു മിറാക്കിളായിട്ട് മാറുകയാണ്. അത് അമ്മ പറഞ്ഞ അതനുസരിച്ച് കുട്ടി ചെയ്യുകയാണ്. ഇന്നും ലൂർദിൽ പോകുന്ന ഈ ഹോളി വാട്ടർ ശേഖരിക്കാനാണ്. ഇന്നത്തെ ലൂർദിൽ ഇങ്ങനെ ടാപ്പായിട്ട് ഞങ്ങൾ ലൂർദ് സഭയെ അവർ ചാപ്പല് സമീപിക്കുകയും അവർ പ്രസന്റ് ലൂർദിൻ്റെ ഒരുപാട് വിഷ്വൽസ് ഞങ്ങൾക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ലൂർദിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ അവിടെ കുളിക്കാൻ ബാത്ത് ടബുകൾ ഇങ്ങനെ നേരെയായിട്ട് ആൾക്കാർ പോയി ആ ഹോളി വാട്ടറിൽ അവിടെ പിന്നെ എവിടെ കുളിച്ചു കഴിഞ്ഞാലും ഒരു ഉറവയല്ല, ആ ഏരിയയിലുള്ള എവിടെ വെള്ളം മുഴുവൻ ഹോളിയാണെന്നുള്ള ധാരണയിൽ അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചാലോ അല്ലെങ്കിൽ ആ വെള്ളം കുടിച്ചാലോ നമുക്ക് മാറാവ്യാധികളുണ്ട് എന്ന് പറഞ്ഞ് മാറിക്കിട്ടും. അങ്ങനെ മാറിക്കിട്ടിയവരുടെ അനുഭവങ്ങളുള്ള കഥ ഉള്ള ഒരു വലിയ ലൈബ്രറി ഉണ്ട് ലൂർദിൽ. ഈ അസുഖം മാറിയവർ അവരുടെ അനുഭവം പറഞ്ഞ് അറിയിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇത് അങ്ങനെയാണ് ഇപ്പോൾ ലൂർദ് കാണാൻ എത്തുന്ന മിക്കവാറും പേരെത്തുന്നത്. പക്ഷേ ഈ സിനിമ ഈ കഥ എന്നെ സിനിമയാക്കാൻ പ്രേരിപ്പിച്ചത് എന്താ വെച്ചാൽ അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ 14 വയസ്സിൽ ഈ കൊച്ചു കണ്ടു എന്ന് പറയുന്ന ബെർണഡറ്റ് അമ്മയെ കണ്ടു എന്ന് പറയുന്നത് 4 വർഷത്തെ കോൺട്രവേഴ്സിക്ക് ശേഷം, ഈ കുട്ടി 18 വയസ്സാകുമ്പോഴാണ് ഈ കോൺട്രവേഴ്സിക്ക് ഈ ഹോളി വാട്ടർ ന് ശേഷമാണ് സഭ ഡിക്ലെയർ ചെയ്യുന്നത് ഈ കുട്ടി കണ്ടത് മദർ മേരിയാണ്. ഇത് കുട്ടിക്ക് ഹാലൂസിനേഷൻ അല്ല, കുട്ടി ഈ മിറാക്കിൾ സംഭവിച്ച ശേഷമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ഡിക്ലെയർ കഴിഞ്ഞ ശേഷം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വരികയാണ്. ഈ വരുന്നവരെല്ലാവരും തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പോലെ തന്നെ അവരവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് പണക്കാരനാകാൻ, പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് വലിയ ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പലരും അവരുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളിൽ നേടണമെങ്കിൽ ഈ കുട്ടിയുടെ ഒരു അനുഗ്രഹവും ദർശനം കിട്ടിയാൽ മതി പറഞ്ഞ് ഈ കുട്ടിയെ കാണാൻ ഇങ്ങനെ ആൾക്കാർ ഒഴുകിയെത്തുക. ധനാഢ്യരായിട്ടുള്ള ആൾക്കാർ പണക്കിഴിയായിട്ട് വരികയാണ്. കുട്ടിയുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഇത്ര മുടിയുടെ ഇത്തിരി കട്ട് ചെയ്ത് തന്നാൽ മതി, അല്ലെങ്കിൽ ഉടുപ്പ് ലേശം കട്ട് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അപ്പോൾ വേണമെങ്കിൽ ഈ കുട്ടിക്ക് അതിൻ്റെ ഒരു ഹാലോ വെച്ചുകൊണ്ട് ഈ കുട്ടി തന്നെ ഒരു ഡിവൈനായി മാറുകയാണ്. അത് വെച്ചുകൊണ്ട് രാജകുമാരിയെ പോലെ ജീവിക്കാമായിരുന്നു, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഈ കുട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് കുട്ടിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കാരണം ഈ ആൾക്കാരിങ്ങനെ അനുദിനം പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കുട്ടിയെ തേടി വരാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി എല്ലാവരോടും പറയാണ്, എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ യാതൊരു പ്രത്യേക തരത്തിലുള്ള ദിവ്യത്വം ഇല്ല,
ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് നിങ്ങളെ വേറൊരാളാക്കി മാറ്റാൻ പറ്റില്ല. ഹാർഡ് വർക്ക് വിൽ പേ യു. ഓരോരുത്തർ വരുമ്പോൾ കുട്ടി നിങ്ങളെ തൊഴിൽ നന്നായി ചെയ്യൂ. അതാണ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ ഉള്ള മാർഗം. ഇങ്ങനെ ഓരോരുത്തർക്ക് കുട്ടികളില്ലാത്തവർ ഈ കുട്ടിയെ വന്ന് കണ്ടിട്ട് കുട്ടികളുണ്ടാകാൻ, അപ്പം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുമെങ്കിൽ ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കൂ. ഇങ്ങനെ ഈ കുട്ടി പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ കുട്ടിക്ക് മടുത്തിട്ട്, ഈ ആൾക്കാർ തന്നെ തേടി വരുന്ന മടുത്തിട്ട്, ഈ കുട്ടി 19-ാമത്തെ വയസ്സിൽ ഉത്തര ഫ്രാൻസിലുള്ള നെവേഴ്സ് എന്ന് 600 കിലോമീറ്റർ അകലെ, ലൂർദിൽ നിന്ന് മുകളിലോട്ട് 600 കിലോമീറ്റർ ദൂരെയുള്ള നെവേഴ്സിലെ ഒരു സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഹോം എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചേരുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഈ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്തിനാ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നിട്ട് പിന്നീട് 16 വർഷക്കാലം ഭരണത്തെ ജീവിച്ച് 35-ാമത്തെ വയസ്സിൽ അവർ മരണമടയുകയാണ്. ആ കന്യാസ്ത്രീ മഠത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നിന്ദിതരും പീഡിതരും അശരണരുമായ അനാഥരുമായ രോഗികളെ പരിചരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 16 വർഷം അതിനു വേണ്ടി ആ കുട്ടി പറയുന്നത് ദൈവത്തെ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് അവശ്യ നിലയിലുള്ള ആൾക്കാരെ പരിചരിക്കലാണ്, അവരെ ശുശ്രൂഷിക്കലാണ് നിങ്ങളെ ദൈവത്തെ സേവിക്കുന്നതിനുള്ള. ഇതാണ് ആ കുട്ടി ഓപ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ വർഷം തന്നെ ഇതായിട്ടുണ്ട്. തിരക്കഥ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. അത് ഒരു പ്ലാൻ ചെയ്ത് അനുസരിച്ചിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയാണ്. ജീവിതത്തിൻ്റെ പല ഇതിൽപ്പെടുന്ന ഒരു വ്യക്തി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പോകുന്നതും പിന്നീട് അതിനൊരു 60% ചിത്രീകരണവും ഇൻസ്റ്റിറ്റ്യൂട്ടും പൂനെയിലും വെച്ചിട്ടായിരിക്കും. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ അടുത്ത സിനിമയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ വേണിച്ചാലും കാണിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ്. അതായത് അത് തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിൽ അത് പഠിക്കാൻ പോകുന്ന ആൾ തമിഴ്നാട്ടുകാരനാകാൻ വേണമെങ്കിൽ, മഹാരാഷ്ട്രക്കാരനാകാം, എനിക്ക് വേണിച്ചാൽ അത് ഹിന്ദിയിൽ വേണിച്ചെടുക്കാം, വേണമെങ്കിൽ ഏത് ഭാഷയിലും വേണിച്ചാലും എടുക്കാവുന്ന തരത്തിലുള്ളൊരു സബ്ജക്റ്റ്.